എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലീൻ ഷേവിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ഷേവിംഗ് ചെയ്യുക? അപ്പോൾ ഇത് അറിയാത്തവരുണ്ടാവും ഒരുപാട് പേര്. അപ്പോൾ അവർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഷേവ് ചെയ്യാനായിട്ട്, ക്ലീനിങ് ഷേവ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് വടിച്ചിറക്കാന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ക്ലീൻ ഷേവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെറ്റാണ് ഉപയോഗിക്കണത്. പണ്ട് കാലത്തുള്ള സെറ്റാണ് അത്. ഇപ്പോഴും ചിലർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇത് ബ്ലേഡ് വെക്കാനുള്ള ക്യാപ്പാണ്. ഇത് ഇതിൻ്റെ ഹാൻഡിലാണ്. ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ ക്ലീൻ ഷേവ് ചെയ്യാനായിട്ട് ഉള്ള സാധനങ്ങൾ: കത്തര. പിന്നെ കത്തര ആവശ്യമുണ്ട് എന്ന് പറയാൻ വെച്ചാലും അടുത്ത ഓപ്ഷൻ മറ്റേ ഡ്രിം ചെയ്യാനുള്ള മെഷീനാണ്, ഡ്രിം മെഷീൻ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് ഷേവ് ചെയ്യാത്തതുകൊണ്ട് അത് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കഥം ഹോഗയ. അതെവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിപ്പോൾ കാണാനില്ല. അപ്പോൾ അതിൻ്റെ പകരം മീൻ വെട്ട് കത്തരയാണ്. ഇത് നല്ല മൂർച്ചയുണ്ട്. ഈ കത്തര ഞങ്ങൾ എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ക്ലീൻ ഷേവിങ്ങിൻ്റെ സംഭവം കഴിഞ്ഞാൽ ഞാൻ ഇത് കഴുകി അടുക്കളയിൽ പോയിട്ട് വയ്ക്കും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ: കത്രിക, പിന്നെ ലിക്വിഡ് സോപ്പ്, അതല്ലെങ്കിൽ സാധാരണ സോപ്പ്, അതല്ലെങ്കിൽ ഷേവിംഗ് ക്രീം. അപ്പോൾ ഷേവിംഗ് ക്രീം ഇല്ലാത്ത ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഓപ്ഷനാണ്. അതെന്താ? ലിക്വിഡ് സോപ്പ് അല്ലെങ്കിൽ വെറും സോപ്പ്, സാധാരണ സോപ്പ്. അപ്പോൾ അതെന്ത് കമ്പനിയുടെ ആയോട്ടെ, അപ്പോൾ ഏതെങ്കിലും സോപ്പ് കിട്ടിയാൽ മതി. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യാം. പിന്നെ ഷേവ് ചെയ്യുമ്പോഴേ ഈ സെറ്റിൽ മുടി ഇരിക്കില്ലേ, അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അത്യാവശ്യമാണ്. സെറ്റിന് വേണ്ടിയിട്ട് മാത്രമല്ല, സെറ്റ് ക്ലീനിങ് മാത്രമല്ല, നമ്മുടെ മുഖം ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചേക്കണേ. അപ്പോൾ ആ വെള്ളത്തിൽ ഈ സെറ്റ് മുക്കണം. പിന്നെ ആ വെള്ളം പിന്നെ യൂസ് ചെയ്യരുത്. പിന്നെ അടുത്ത വെള്ളം എടുത്ത് യൂസ് ചെയ്യണം, നന്നായിട്ട് വാഷ് ചെയ്യണം. അത് ഇവിടെ വെച്ചല്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പം നമുക്ക് ബ്ലേഡ് ഇതാണ് സെറ്റ്, ഷേവിംഗ് സെറ്റ് ഇതാണ്, ഷേവിംഗ് സെറ്റ് ഇതാണ്. ഇതാണ് ബ്ലേഡ്. ഇങ്ങനെയാണ് ബ്ലേഡ് വെക്കേണ്ടത്. അപ്പോൾ ഇതൊന്നാമത്തെ സംഭവമാണ്. ഇതിൻ്റെ ബ്ലേഡിന് മുകളിൽ ഈ സംഭവം വരണം. പിന്നെ അടിയത്തെ സംഭവം, അടിയത്തെ ക്യാപ്പ് ഇതിങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വയ്ക്കരുത്. ഇങ്ങനെ വെച്ചാൽ കറക്റ്റാവില്ല. ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ചാൽ ബ്ലേഡിൻ്റെ രണ്ട് സൈഡും പുറത്തേക്ക് തള്ളി നിൽക്കും. പുറത്തേക്ക് തള്ളി നിൽക്കണം. ബ്ലേഡ് ഇങ്ങനെ വയ്ക്കുക. ഇവിടെ ഒരു ഹോളുണ്ട്. ഹോളിലൂടെ ഈ സ്ക്രൂ കയറ്റി വയ്ക്കുക. ഇങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണിച്ചു. ഹോളുണ്ട്.
നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും സംഭവം. ബ്ലേഡ് പുറത്തേക്ക് തള്ളി നിൽക്കണം. അങ്ങനെ അവിടെ ആക്കിയായി. ഇപ്പോൾ ഈ ഹാൻഡിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒരു സംഭവമുണ്ട്, അത് കയറ്റി വെച്ചില്ലേ സ്ക്രൂ, ആ സ്ക്രൂവിൻ്റെ സംഭവം സെൻട്രലാണത്. അപ്പോൾ ഈ സെൻട്രലായിട്ട് നിൽക്കുന്ന ആ ഒരു സ്ക്രൂ എന്ത് ചെയ്യുക, ഈ ഹോളില്ലേ ഹാൻഡിന് ഒരു ഹോളുണ്ട് തിരിച്ച് കയറ്റണത്, അവിടെ ഇങ്ങനെ സെൻറ്ററിൽ വെക്കുക, തിരിക്കുക, നന്നായിട്ട് തിരിക്കണം. മുകളിലേക്ക് തള്ളണം, തള്ളി തിരിക്കുക. അതിങ്ങനെ കുപ്പിയുടെ മൂടി ടൈറ്റാണ് മാതിരി ഇവിടെ ഇങ്ങനെ മുൻവശത്തേക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വലതുവശത്തേക്ക് തിരിക്കുമ്പോൾ ടൈറ്റാവും. ഷേവ് ചെയ്ത് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ഡ്രിം ചെയ്യണ മാതിരി സംഭവം ചെയ്യണം. അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം എന്തിനാണെന്നറിയോ, നനവ് കിട്ടണം. ഷേവ് ചെയ്യുമ്പോഴേ താടിക്ക് എന്ത് വേണം, നനവ് കിട്ടണം. നനവ് കിട്ടുമ്പോഴേ ഷേവിങ്ങിന് നല്ല ഇത് സ്മൂത്തായിട്ട് ഇങ്ങനെ വടിക്കാനും ചെയ്യാനും പറ്റും. അറിയോ, വെള്ളത്തിൽ ഇങ്ങനെ കഴിക്കുമ്പോഴേ ഷേവ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കും. അത് വടിക്കാൻ വെച്ചാലും സെറ്റ് ചെയ്യാൻ വെച്ചാലും വെട്ടാനാച്ചാലും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുക. പിന്നെ സെറ്റിങ്സിൽ ഒരു കാര്യം മറന്നുപോയി, ചീർപ്പ് അത്യാവശ്യമാണ്. പിന്നെ പറഞ്ഞല്ലോ ഇത് അത്യാവശ്യമാണ്. നമുക്ക് ഷേവിങ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഇതൊക്കെ വെട്ടി ലെവലാക്കണം, കനം കുറയ്ക്കണം, എന്നാലേ സെറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മൾ വെട്ടിയിടുന്ന ഓരോ മുടിയില്ലേ അത് നിലത്തേക്ക് ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ പോവും, പറന്നു പോവും. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇരട്ടി പണിയാവും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, ഒരു സുഖം ചെയ്യുക. ഈ ചാക്കില് ഈ ചാക്ക് ഇവിടെ നിങ്ങൾ എവിടെയാണ് ഷേവ് ചെയ്യുന്നത് വെച്ചാലേ, ബാത്റൂമാണെന്ന് റൂമിനാണെന്ന് എവിടെ വെച്ചാലും നിങ്ങൾ മിററിന് മുമ്പിൽ എന്ത് ചെയ്യുക, മിറർ എവിടെയാണോ അവിടെ നിങ്ങൾ ഷേവ് ചെയ്യുക. അല്ലെങ്കിൽ എട്ടിന് പണിയാവും. ഇപ്പം മിറർ ഇല്ലെങ്കിൽ നടക്കില്ല. പിന്നെ മൊബൈൽ ഫോണിൻ്റെ മിറർ ഒരിക്കലും നടപ്പാവില്ല. കാരണം നമുക്ക് അത്യാവശ്യം കോളും ഇതൊക്കെ വരുന്ന സംഭവമല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുള്ള മിററിൽ അവിടെ നിന്ന് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബാത്റൂമിൽ എവിടെ വെച്ചാലും ഇത് നിങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുക. ഇത് ചാക്കാണ്. നമുക്ക് തുണ്ട് ഒരു സ്ഥലം മതിയില്ലേ, ഒരു സ്ഥലം മതി നമുക്ക് ഷേവ് ചെയ്യാൻ. അപ്പോൾ ആ സ്ഥലം മനസ്സിലാക്കിയിട്ട് ഉള്ള ഒരു തുണിയാ, അതല്ലെങ്കിൽ ചാക്ക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് ചെയ്യുക, ചാക്ക, തുണിയാ, പിന്നെ വേറെ എന്തെങ്കിലും വീതി കൂടിയിട്ടുള്ള സംഭവം ഒക്കെ ഉണ്ടാവും, പിന്നെ കാർബോർഡാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തിട്ട്
മിററിന് അവിടെ എന്ത് ചെയ്യുക, മിററിന് അവിടെ ഈ ചാക്ക് വയ്ക്കുക, ഇതവിടെ നിൽക്കുക. ചാക്കാണെങ്കിൽ പ്രത്യേകിച്ച് നോക്കണം. ചാക്കാച്ചാല് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കണം. കാരണം ചാക്കൊരു പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ വഴുക്കി വീഴാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ ചാക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണി ഇട്ട് കഴിഞ്ഞ ശേഷം അതിന് മീതെ നിൽക്കുക. വെറുതെ നിന്നാൽ പോരാ, അത് വെറുതെ ഇട്ടാൽ പോരാ, വെറുതെ നിങ്ങൾ ഇട്ടാൽ പോരാ, അതിങ്ങനെ നന്നായിട്ട് വിരിച്ച് ഇടണം. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ കയറി നിൽക്കുക സെൻട്രലിലേക്ക്. മിററിന് അവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അടിയിൽ നമ്മൾ ഓരോ സംഭവങ്ങൾ വെച്ചിടുമ്പോൾ ശരിക്ക് നിലത്തല്ലാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം, ഷേവ് ചെയ്ത് തൊട്ട് മുമ്പ് നമ്മൾ ഇങ്ങനെ വെട്ടിടുന്ന ഓരോ സംഭവത്തിൽ അത് നിലത്ത് ആവും. അപ്പം നിലത്താവാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു സേഫ്റ്റി ആയിട്ട് സംഭവം ചെയ്യണം. ഇതാണ് സേഫ്റ്റി. ഇതൊരു ചാക്കാണ്. നിങ്ങൾക്ക് ചാക്ക് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഇത്രയും നല്ല വീതിയുള്ള തുണിയാ, അതല്ലെങ്കിൽ ചാക്ക, പിന്നെ വേറെ എന്തെങ്കിലും സംഭവം അത്യാവശ്യം വീതിയുള്ള സംഭവം കിട്ടിയാൽ മതി. മനുഷ്യന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ്. ഇത് അത്യാവശ്യം ഫേസ് ഉണ്ട് ചാക്കിന്. അപ്പം ചാക്കാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അറിയാലോ, പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ വീഴാൻ സാധ്യത ഉണ്ട്. വീഴാനേ നല്ല സാധ്യതയാണ്. അപ്പോൾ നോക്കിയും കണ്ടും നീണം കാര്യങ്ങൾ ചെയ്യണം. അതല്ലെങ്കിൽ വഴിക്ക് വീഴും. അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വഴിക്ക് വീണ് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു കാര്യത്തിനും ഉത്തരവാദിയമല്ല. ഞാൻ ഇങ്ങനെ പറയണ അനുസരിച്ച് കേട്ടിട്ട് നിങ്ങൾ എങ്ങാനും ചെയ്യാൻ പോയി അതിന് ശേഷം ചെയ്യുന്ന ഇടയ്ക്ക് വഴുക്കി വീണ് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. എന്നോട് പിന്നെ ചോദിച്ചിട്ട് ഒരു കാര്യം ഇല്ല. അപ്പം നിങ്ങളുടെ സേഫ്റ്റിക്ക് മാത്രമാണ് ഇത് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തുണി യൂസ് ചെയ്യാം, ഏറ്റവും നല്ലത്. അപ്പം എൻ്റെ കയ്യിൽ എനിക്ക് ആകെ കിട്ടിയത് ഇതാ. അപ്പോൾ ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ സംഭവം വേറൊരു കാര്യം ഓർക്കണം, മിററിന് അവിടെ മാത്രമേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മിറർ ഉണ്ടായാലേ നമുക്ക് കറക്റ്റായിട്ട് ഷേവിങ് നടക്കൂ. മൊബൈൽ ഫോണിലുള്ള മിറർ ഉണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. കാരണം നമുക്ക് അത്യാവശ്യം കോളും മെസ്സേജ് വരുന്ന ഒരു സംഭവമാണ് മൊബൈൽ ഫോൺ. അപ്പോൾ അതിലുള്ള മിറർ അത്ര സേഫ്റ്റി അല്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച മിറർ. ആ മിററിൽ നിന്ന് ചെയ്യുന്ന സുഖം വേറെ എവിടെയും കിട്ടില്ല. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ എന്ന് പറഞ്ഞാലേ, ഈ മിറർ എവിടെയാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാക്കാണെങ്കിൽ ചാക്ക്, അതല്ലെങ്കിൽ തുണിയാണെങ്കിൽ തുണി എന്ത് ചെയ്യുക, മിററിൻ്റെ അവിടെ ഒരു മിറർ ഇരിക്കുന്നത് ഇതിവിടെയാണെങ്കിൽ അടിയിൽ ടൈൽസ് ആവും. അതല്ലെങ്കിൽ വേറെ കല്ലുണ്ടാക്കിയ നിലാവും. കല്ല് മാത്രമല്ല, ഏതെങ്കിലും സംഭവം വെച്ച് ഉണ്ടാക്കിയൊരു നിലാവും. അപ്പോൾ അതിൻ്റെ മീതെ നമ്മൾ വെട്ടുന്ന ഓരോ മുടി അതും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അതിന് മീതെ ചാക്കോ തുണിയോ വേറെ എന്തെങ്കിലും നല്ല വീതിയിലുള്ള സംഭവം വെക്കുക. അതിന് മീതെ നമ്മൾ കാല് വെച്ച് ഇങ്ങനെ ചവിട്ടി നിൽക്കുക.
മിററിന് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴേ നിലത്താവില്ല. പക്ഷെ ആവണത് നമ്മൾ വെച്ച ചാക്ക് അതല്ലെങ്കിൽ തുണി പിന്നെ മറ്റെന്തെങ്കിലും സാധനം നമ്മൾ വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പം അതുമേയാവും നമ്മൾ ചെയ്തിടുന്ന ഓരോ സംഭവം. ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വെച്ചാലും എന്ത് ചെയ്യാൻ വെച്ചാലും വന്നു കിടക്കുന്നത് നിലത്താവില്ല. പക്ഷെ നമ്മൾ വെച്ചേക്കുന്ന ചാക്കിലോ അല്ലെങ്കിൽ തുണിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിലുള്ള സംഭവം നമ്മുടെ കാലിൻ്റെ അടിയിൽ എങ്ങാനും ഇങ്ങനെ നന്നായിട്ട് വിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഇതെന്ത് ചെയ്യും, അതിൻ്റെ മീതെ മുടിയും മറ്റ് സാധനങ്ങളും അവിടെ വന്ന് വീഴും. ഒരിക്കലും നിലത്താവില്ല. നിങ്ങൾ ഏത് വീട്ടിലാണെച്ചാലും എവിടെ അയച്ചാലും ഏത് ലോകത്തയച്ചാലും നിങ്ങൾ ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങളുടെ മുമ്പിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഏതൊരു ഭവനത്തിലായാലും ഏതൊരു നിങ്ങൾ താമസിക്കുന്ന ഏതൊരു ഹോസ്റ്റലിലായാലും എവിടെ വെച്ചാലും നിങ്ങളുടെ കയ്യിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലോ മിറർ ഉണ്ടാവണം. മിറർ മാത്രമല്ല, മിററിനോടൊപ്പം എന്ത് വേണം, കുറച്ച് കാര്യങ്ങൾ വേണം. ഏറ്റവും നല്ലത് പറയാന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിറർ, അതിൻ്റെ അടിയിൽ മേശയോ കസേരയോ എന്നാലും നിങ്ങൾ കയ്യിൽ കിട്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ അത് എടുത്ത് കൊണ്ടുവരിക മിററിൻ്റെ അവിടേക്ക്. എന്നിട്ട് താഴെ വയ്ക്കുക. അതിന് മുകളിലായിരിക്കണം മിറർ. താഴെ ഈ പറഞ്ഞ കസേര മേശ അതല്ലെങ്കിൽ സ്റ്റൂളോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മിററിൻ്റെ അടിയിലില്ലെങ്കിൽ കൊടുന്ന് വെക്കണം. പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഒന്ന്, ഇത് ലിക്വിഡ് സോപ്പ്, അതല്ലെങ്കിൽ സാധാരണ സോപ്പ് കട്ട, കുളിക്കുന്ന സോപ്പ് കട്ട, പിന്നെ കുറച്ച് വെള്ളം. അതെന്തിനാന്ന് വെച്ചാൽ ഒന്നാം ടിപ്പ് വെള്ളം നമ്മുടെ സെറ്റിലുള്ള അഴുക്കും മുടിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് ഉള്ള വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ടാം ടിപ്പ് വെള്ളം എന്തിനാണ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ക്ലീൻ ഷേവ് ചെയ്തതിന് ശേഷം നല്ല പെർഫെക്റ്റായിട്ട് മുഖം വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് വെള്ളം യൂസ് ചെയ്യണം. അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് വെള്ളം യൂസ് ചെയ്യുക. പിന്നെ ചീപ്പ് വേണം, സെറ്റ്, അങ്ങനെ 4 കാര്യങ്ങൾ സെറ്റാവണം. 4 കാര്യങ്ങൾ മാത്രമല്ല ഇത് 4 കാര്യങ്ങളെ മാത്രമല്ല ഇത് വേണം. കത്തിരിക്ക, ഇത് മീൻ വെട്ടുന്ന കത്തിരിക്ക നിങ്ങൾക്ക് ഏതാണ് യൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഇത് മീൻ വെട്ട് കത്തിരിക്കയാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണത് സാധാരണ നല്ല മൂർച്ചയുള്ള കത്തിരിക്ക, അത് സെറ്റാവണം. കത്തിരിക്ക് പകരമാണ് ഡ്രിമ്മർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തിരിക്കയുടെ ആവശ്യം ഇല്ല. അപ്പോൾ ഡ്രിമ്മർ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കത്തിരിക്ക നമ്മൾ വെട്ടി തുടങ്ങാം. ഞാനിപ്പോൾ വെട്ടി പകുതിയായി. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച്
ഞാൻ എന്തായാലും ഷെയിൻ ചാനൽ തീരുമാനിച്ച ഇതിൽ ഞാൻ ഒരു കാര്യം നമുക്ക് എന്തായാലും ഒരു വ്ളോഗ് ചെയ്താലോ ഷെയിൻ ചെയ്യണത്. അപ്പം ഞാൻ ആലോചിച്ചു. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഒരു സംഭവം പിടികിട്ടിയത്. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഷെയിൻ ചെയ്യാൻ അറിയാത്തവർ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ. എല്ലാവരും ചാനൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ വീട്ടിൽ പകുതിയായി. ഇതിങ്ങനെ ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് പൈസയുമായി വരിക. ഞാൻ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുകയാണ്. ഇതുപോലെ എന്തെങ്കിലും ചെയ്യണം, നിങ്ങൾക്ക് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരിക. അതല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം, എന്നെ വിളിക്കാൻ. അപ്പം ഞാൻ നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ വരും. പക്ഷെ എനിക്ക് വരണമെങ്കിൽ പൈസ വേണ്ടി വരും. അപ്പം പൈസ നിങ്ങൾ തരിക. ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുക്കാം, UPI. അപ്പം അതിലേക്ക് പൈസ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തു തരണം. അപ്പം ഞാൻ വരും. നിങ്ങൾക്കിങ്ങനെ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പൈസയുമായിട്ട്. അതെ, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് തരണം. ഇതുപോലെ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് തരണമെങ്കിൽ എനിക്ക് പൈസ തരണം. എൻ്റെ കൂലി ഒരു 80 രൂപ. അപ്പോൾ ഞാനിപ്പോൾ ജോലി ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് തരണമെങ്കിൽ എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതല്ലെങ്കിൽ നിങ്ങൾ വിളിക്കും വരുന്ന ഏറ്റവും നല്ലത്. നിങ്ങൾ
നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഏറ്റവും നല്ലത്. കാരണം മാത്രമല്ല രണ്ടിനും പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ എനിക്ക് വണ്ടി കാശ് തരണം, പിന്നെ എൻ്റെ വർക്കിൻ്റെ കാശ് അത് മുൻകൂട്ടി തരണം നിങ്ങൾ. എന്നാലും എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റും. എനിക്കിവിടെ സൈക്കിളോ തേങ്ങ മാങ്ങയോ ഒന്നുമില്ല. നടത്തം തന്നെയാണ് നടത്തം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് തരുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ലൊക്കേഷൻ ഇടുക, പിന്നെ പൈസ ഇടുക, പിന്നെ നിങ്ങൾ ഇവിടെ താമസിക്കണമെന്ന് അത് എല്ലാതും കമൻറ്റ് ബോക്സിൽ എഴുതി വിടുക. പിന്നെ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് വരാൻ പറ്റും. പിന്നെ പറഞ്ഞല്ലോ വണ്ടിക്ക് വേണ്ടിയുള്ള കാശ് അത് നിങ്ങൾ തരണം. എൻ്റെ അക്കൗണ്ട് ഇതിൽ കൊടുക്കാം, ഐഡിയിൽ കൊടുക്കാം, അക്കൗണ്ട് UPI കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിലേക്ക് പൈസ ഇടാൻ വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് വണ്ടി കൂലിയുടെ കാശും പിന്നെ ഫീസും രണ്ടും കൂടി തരാൻ വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല. വണ്ടി കൂലി ഒരു 50 രൂപ, എനിക്ക് അങ്ങോട്ട് പോയി ഞാൻ റിട്ടേൺ വരണ്ടേ, ഒരു 50-60 രൂപ. പിന്നെ ഫീസ് 80 രൂപ തരണം. അങ്ങനെ 130 രൂപ എനിക്ക് തരണം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 130 രൂപ എൻ്റെ ഈ ഒരു UPI അയച്ചു തരണം മുൻകൂട്ടിയിട്ട്. എന്നാലും എനിക്ക് അങ്ങോട്ട് വരാനായിട്ടുള്ള എല്ലാ സാഹചര്യം എനിക്ക് കിട്ടും. പിന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്യണം, സ്ഥലം എവിടെയാണെന്ന് എഴുതി വിടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടേ ഇല്ല. എനിക്കൊരു ജോലിയില്ല, അതാണ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് ചെറിയൊരു ഇതുണ്ട്, എന്നാലും എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ, ജോലി. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് പഠിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ അടിയിൽ നമ്പർ കൊടുക്കാം, വിളിക്കുക. പൈസ കാര്യം മുൻകൂട്ടി തരാം. പണിയുടെ കാശും വണ്ടിക്കൂലിയും മുൻകൂട്ടി തരണം. എന്നിട്ട് എനിക്ക് അടുത്ത കാര്യം എന്താണ് ചിന്തിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതുപോലെ ചെയ്ത് തരാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ഇടുക. അതിന് ശേഷം കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമുക്ക് എന്താ ഇത്ര നേരം നമ്മൾ ചെയ്തില്ലേ, ഒന്നുകൂടി എന്ത് ചെയ്യുക, വെള്ളമൊഴിക്കുക.
ഇനി നിങ്ങൾക്ക് കിടപ്പ് രോഗികളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കും. മുടിവെട്ടൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും. നിങ്ങളെന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്പർ വിളിക്കുക. അല്ല, ഒരു കാര്യം, ഞാൻ മുടിവെട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, പകരം ക്ലീൻ ഷേവാണ്. അപ്പോൾ ക്ലീൻ ഷേവ് മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ക്ലീൻ ഷേവ് മാത്രമല്ല, താടി സെറ്റിങ് ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കും. മുടിവെട്ട് ഞാൻ ചെയ്യുന്നില്ല, താടി സെറ്റിങ് പിന്നെ ക്ലീൻ ഷേവ്, താടിമ ഉള്ള സംഭവം മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്പർ വിളിക്കുക, പിന്നെ കമൻറ്റ് ബോക്സിൽ വിടുക. പിന്നെ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ അതൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്ത് തരാം. ഞാൻ UPD കൊടുക്കാം. അതിപ്പോൾ ഫിനിഷിങ് വർക്കാണിപ്പോൾ. ജോലി ഇരിക്കുകയാണ്, ബാർബറ ഇതല്ല, എന്നാലും ജോലി അടിയിരിക്കുമ്പോൾ ഒരു ഇത്. കാശ് ആദ്യം മുൻകൂട്ടി തരാൻ വെച്ചാൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റൂ. പിന്നെ ലൊക്കേഷനും മാറ്റണം.
ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. 1 minute. ഇപ്പം അവന് വരാം. നമ്മൾ ഏതാണ്ട് ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇപ്പോൾ കാണുന്ന ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ ലുക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ സൂപ്പറായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. സുന്ദരനായി ഉണ്ടെങ്കിലേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സുന്ദരനാണോ അതോ അല്ലയോ അതോ ആണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Tata, bye bye, see you.